ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഹാസ് കിച്ചൻ. ഇത് നമ്മൾ വന്നിട്ടുള്ളത് കോഴി നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, പക്ഷേ ഞാനിത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമ്മൾ ചിക്കനിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇങ്ങനെ വരങ്ങി കൊടുക്കുകയാണ്. നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ഇതിൽ തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ചിക്കൻ്റെ ഉൾവശത്തൊക്കെ നമ്മൾ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒരു 4 മണിക്കൂർ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചീന്തിയത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാളയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലോട്ട് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗാണ്. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അളവിന് വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ എഗ്ഗ് വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യം ഒരു എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ മസാല ഉള്ളിൽ നിറയ്ക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത എഗ്ഗ് കൂടെ അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മസാല കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി തുറന്ന് കിടക്കുന്ന ഭാഗമൊന്ന് നമുക്കൊന്ന് ഒരു ഈർക്കിൾ കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ എന്തിനെ കൊണ്ടെങ്കിലും നമ്മളൊന്ന് കുത്തി കൊടുക്കണം. ഞാൻ എൻ്റെ മടി കാരണമാണ് ഞാൻ ഈർക്കിൾ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ തുന്നി കൊടുത്താലും മതിയാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഈ 2 കാലും ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കണം. നൂല് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം.
ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതൊന്നൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സവാളയാണ്, ചെറുതായിട്ടുള്ള 2 സവാള. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന ടൈമിലാണ് നമ്മുടെ ചിക്കനെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിച്ചതിലുള്ള വെള്ളമാണ്, അതുകൂടെ നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് 2 ഭാഗവും നമ്മൾ തിരിച്ചും മറിച്ചും വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുന്നതിനനുസരിച്ച് മൂടി വെച്ചിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. നമുക്ക് അടിയിലുള്ള മസാലകളൊക്കെ ഒന്ന് ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് ഒരു തക്കാളി ജ്യൂസ് അടിച്ചതാണ്, ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചിക്കനിലും അതേപോലെ തന്നെ നേരത്തെ ഫില്ലിങ്ങിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കന് നമ്മളിതിലേക്കൊന്ന് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തവി കൊണ്ടൊന്ന് കുറച്ചൊന്ന് മസാലകളൊക്കെ ഒന്ന് ചിക്കൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ചിക്കൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലകളൊക്കെ ചിക്കൻ്റെ മേലെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ മസാലയും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്താണ് ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.